അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു, പുറത്തിറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ കാണാൻ പോവുകയാണ്. പിന്നെ ഇന്നൊരു റൂം എടുക്കണം. വണ്ടി നമ്മുടെ ഇവിടെ ഉണ്ട്, വണ്ടി എടുത്ത് പോകാം. നമ്മളങ്ങനെ അതിരാവിലെ കോട്ടൂർ ഓൾഡ് ടൗണിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടേക്ക് വന്നപ്പോൾ ഞങ്ങളുടെ പാർക്കിങ്ങിലേക്ക് വണ്ടി കൊണ്ടിട്ടത് ഒരു പടുകൂറ്റൻ കപ്പലിൻ്റെ ഫ്രണ്ടിൽ. വൈക്കിംഗ് വീനസ് എന്നാണ് കപ്പലിൻ്റെ പേര്. എനിക്ക് തോന്നുന്നു നോർവേ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്രൂയിസാണിത്. ഇത് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. ഇപ്പം ഒരു സെക്ഷൻ ആൾക്കാരെയും കൊണ്ട് ഇവർ ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് ഗൈഡുമാർ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഒരു പാർക്കിങ്ങിൽ വണ്ടി ഇട്ടത്. ഇവിടെ തന്നെ വണ്ടി ഇടാൻ വേണ്ടി ശരിക്കും ടൗണിൻ്റെ നടുക്കായിട്ടാണ് കോട്ടൂർ എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഇവിടെ കൊണ്ട് വണ്ടി ഇടാൻ വേണ്ടിയിട്ട് തന്നെ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തു. ഞങ്ങൾക്ക് ഓപ്പോസിറ്റ് കാണുന്ന കോട്ടൂരിലുള്ള മോണ്ടിനെഗ്രോയുടെ ഭാഗമായിട്ടുള്ള മലനിരകളാണ്. നമ്മൾ ഇന്നലെ മലനിരകൾ കുറേ കണ്ടു, അതിന് പ്രത്യേകതകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് വേറൊരു പ്രത്യേകതരം മലനിരകളാണ്, ഭയങ്കര മലനിരകളാണ്. ഒക്കെയായിട്ടൊരു പള്ളി, അവിടെ ഒത്തിരി ആൾക്കാർ അങ്ങോട്ടേക്ക് നടന്നു ചെല്ലുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ വശങ്ങളിലായിട്ട് താഴേക്ക് ഒരുപാട് പേര് നടന്നു വരുന്ന വഴികളും കാണാം. എൻ്റെ മോനെ നമ്മളിവിടെ നിൽക്കുമ്പോൾ ഒരു ഹമ്മർ വന്ന് കയറിയുണ്ടോ. നമ്മൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഒരുപാട് സഞ്ചാരികൾ വന്നിട്ട് ഇറങ്ങുന്നുണ്ട്. ഇതിൽ പകുതി പേര് ഈ കപ്പലേ വന്ന കേട്ടോ. കപ്പലേ വന്ന് ഒരുപാട് പേരുണ്ട്. എനിക്ക് തോന്നുന്നു 10,000 പേരുണ്ടെന്ന് തോന്നുന്നു, 500 പേരെങ്കിലും കാണും. നല്ല തിരക്കാണ് ഇന്ന് രാവിലെ, നല്ല ട്രാഫിക് ബ്ലോക്കാണ് ഇവിടെ എല്ലാം. അവിടെ നിന്ന് ഇറങ്ങി അപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോൾ ഇവിടെ ഒരുപാട് മാർക്കറ്റ് ഉണ്ട് കേട്ടോ, ഫുഡിൻ്റെ മാർക്കറ്റൊക്കെ. ഫ്രൂട്ട്സൊക്കെ മേടിക്കാൻ പറ്റും, കോഫി അത് ഇതെല്ലാം ഉണ്ട്. നമുക്ക് ഇനി ബിൽഡിങ്ങിൻ്റെ മണ്ടലോട്ടാണ് കയറേണ്ടത്. നടന്ന് ഇങ്ങനെ അറ്റത്തെത്തിയിരിക്കുകയാണ്. പിന്നെ വെള്ളം വന്നു ഇതുണ്ട് ഇവിടെ. വെള്ളം ഒരു കുളമാണ്, വെള്ളം കെട്ടിയിട്ടിരിക്കുന്നത്. നമുക്ക് ഈ കോട്ടയ്ക്ക് അകത്ത് കയറാനായിട്ട് അതിന് മേളിൽ ഇതൊരു കോട്ടയാണ് കേട്ടോ. നമുക്ക് ഇതിനകത്ത് കയറാൻ പറ്റൂല. കയറണമെങ്കിൽ അപ്പുറത്തെ വഴിയാണ്. കാരണം ഇത് എക്സിറ്റ് ആയിരിക്കും. ഇത് എക്സിറ്റ് ആയിരിക്കും. നമുക്ക് അപ്പുറത്തുനിന്ന് കണ്ടടാ കയറുന്നത്. നമ്മളങ്ങനെ കൊട്ടൂരുള്ള ഓൾഡ് ടൗണിലൂടെ നടക്കുകയാണ്. ഉണ്ടോ, കല്ലൊക്കെ പതിച്ച് സിമെൻ്റൊക്കെ ഇട്ട് ചെളി പോലും ഇല്ലാതെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇന്നത്തെ കാലാവസ്ഥ മോശമാണ്, നമുക്ക് നടക്കാൻ. ഏതായാലും പഴയകാല ബിൽഡിങ്ങുകൾ, ഇതിനകത്ത് ഒരുപാട് റെസ്റ്റോറൻറ്റ്സും ബാറും അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ. തുണിക്കടയുണ്ട്. ഇതുണ്ട്, ഓൾഡ് ടൗൺ ഹോസ്റ്റൽ. ഇതൊരു ഹോസ്റ്റലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഓൾഡ് ടൗണിനകത്തൂടെ നടന്ന് ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. ഒരുപാട് സുവനീർ ഷോപ്പുകളുണ്ട്. നമ്മുടെ ഹോട്ടലിൽ ഇവിടെ തപ്പി പിടിക്കാൻ പോവുകയാണ്. ഇവിടെ ആയിട്ടുണ്ട്, ഇതിൻ്റെ വലത് സൈഡിലായിട്ട് ബിൽഡിങ്ങിൽ ഉണ്ട്. ഒരുപാട് ബിയർ പാർലറുകളൊക്കെ ഉണ്ട്, ലെതർ ഷോപ്പുകൾ. മീൻ നിൽക്കുന്നുണ്ടോ? മോണ്ടിനെഗ്രോയിലെ ഒരു പാലത്തിനടിയിലെ കാഴ്ചയാണ്. ഇഷ്ടംപോലെ മീൻ. നമ്മൾ നേരത്തെ കണ്ട ആ കപ്പലിൻ്റെ സൈഡ് വഴി ഞങ്ങളിങ്ങനെ ടൗണിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഇഷ്ടം പോലെ മീൻ കേട്ടോ. ഇവിടെ മീൻ പിടിക്കാൻ പറ്റുമായിരുന്നു കേട്ടോ. ഇത് മുഴുവൻ മീനാണ്, മുഴുവൻ മീനുകൾ. 1 കിലോ ഉണ്ട് ഒരു മീൻ. ടൗണിൻ്റെ ഫ്രണ്ടിൽ നിന്നും എസ്കലേറ്റർ കയറി താഴേക്ക് പോവുകയാണ്. അതിൻ്റെ അപ്പുറത്ത് പോയി ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് നേരെ ഓപ്പോസിറ്റ് പോയി കയറാൻ പറ്റും. ഇത് അണ്ടർഗ്രൗണ്ട് വഴിയാണ്. അപ്പുറത്തെ വഴി ഇറങ്ങുമ്പോൾ കപ്പൽ നമ്മുടെ അടുത്ത് നിൽപ്പുണ്ട്. നമ്മൾ അവിടെ ആയിട്ടാണ് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ആദ്യം ഒരു അപ്പാർട്ട്മെൻറ്റ് ബുക്ക് ചെയ്തു. അത് ഓൾഡ് ടൗണിനകത്തായിരുന്നു. അവിടെ ഞങ്ങൾ പോയി തപ്പിപ്പിടിച്ച് അവിടെ അകത്തെത്തിയപ്പോഴത്തേന് അത്ര സുഖമില്ല, പാർക്കിങ്ങും ഇല്ല. പിന്നെ ഞങ്ങൾ അത് ക്യാൻസൽ ചെയ്തിട്ട് ഞങ്ങൾ കോട്ടൂരിൽ നിന്ന് കുറച്ചുകൂടി ഇങ്ങോട്ട് മാറി ഒരു അപ്പാർട്ട്മെൻറ്റ് ബുക്ക് ചെയ്തു. അത് Airbnb വഴിയാണ്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തു. അതുകൊണ്ട് അവിടെ ആയിട്ടാണ് അത്. ഇവിടെ വന്നപ്പോഴത്തേനും മോനെ ലുക്ക് കണ്ടോ. നമ്മൾ നേരത്തെ നിന്ന സ്ഥലം അവിടെയാണ്. അവിടെ ഒരു കപ്പലെടുക്കുന്നുണ്ടോ, അതിൻ്റെ അപ്പുറത്തായിട്ട് വരും. അവിടുന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ ചുറ്റിയാണ് നമ്മൾ വന്നത്. അപ്പം ഈ ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോഴത്തേനും നല്ല ഭംഗിയുള്ള സ്ഥലം ഉണ്ട്. ഒരുപാട് ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരെ ഓപ്പോസിറ്റ് വലിയ മലനിര, വെള്ളം ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടോ. സൂപ്പർ സ്ഥലം കേട്ടോ, നല്ല വൃത്തിയുള്ള സ്ഥലം. പിന്നെ കണ്ണീര് പോലത്തെ വെള്ളം വന്നേക്ക്. ഇതുണ്ട്, ക്രിസ്റ്റൽ ആൻഡ് ക്ലിയർ വെള്ളം, സൂപ്പർ വെള്ളം. ഒരു വേസ്റ്റോ ഒന്നുമില്ല.
നമ്മൾ രാത്രി ഒരു 8 മണിയായപ്പോഴത്തേന് കൊട്ടൂർ എന്ന് പറഞ്ഞ ഈ ടൗണിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ ഇറങ്ങിയതാണ്. വീടിൻ്റെ അവിടെ നിന്ന് നമ്മൾ താമസിക്കുന്നത് ഈ ബിൽഡിങ്ങിലാട്ടോ. അവിടുന്ന് വണ്ടി എടുക്കാൻ പോയപ്പോൾ ഈ കാണുന്ന കടലാണ്. കടൽ മീൻസ് ഇങ്ങോട്ട് വെള്ളം കയറി കിടക്കുന്ന സ്ഥലമാണ്. ഇനി നേരെ ഓപ്പോസിറ്റ് ഈ ലൈറ്റ് കാണുന്ന സ്ഥലമാണ് കൊട്ടൂർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ ദൂരമുള്ളൂ. അപ്പം ടോം വണ്ടി എടുത്തു. ഏതായാലും ഇന്നത്തെ ദിവസമാണ് നമ്മുടെ എന്നാ പറയുന്നത് നൈറ്റ്, ലാസ്റ്റ് നൈറ്റാണ്. നാളെ നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോകും. നാളെ രാവിലെ തന്നെ. അല്ല തോമ, നമ്മൾ രാവിലെ തിരിച്ചു പോയല്ലേ? നാളെ രാവിലെ നമ്മൾ എങ്ങനെയുണ്ട്? രാജ്യം ഇഷ്ടപ്പെട്ടോ? അടിപൊളി രാജ്യമല്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾ ഉറപ്പായിട്ടും വരുന്നുണ്ടെങ്കിൽ ഒരു യൂറോപ്യൻ കൺട്രി വിസിറ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ മോണ്ടിനെഗ്രോ സെലക്ട് ചെയ്തോ, ധൈര്യമായിട്ട് സെലക്ട് ചെയ്തോ. നല്ല രാജ്യമാണ്. ഒത്തിരി പൈസ ആവുമെന്ന് അറിയത്തില്ല. പക്ഷേ ഇവിടെ ഉള്ളവർ ഇംഗ്ലീഷൊന്നും അല്ല സംസാരിക്കുന്നത്, പല ലാംഗ്വേജ് സംസാരിക്കുന്നത്. പക്ഷേ കുഴപ്പമില്ല കേട്ടോ. എനിക്കൊന്ന് ഇവിടെ വരുവാണെങ്കിൽ ബൈക്കും റെൻറ്റിന് കിട്ടുമെന്ന് തോന്നുന്നു കേട്ടോ. ബൈക്ക് റെൻറ്റിന് കിട്ടുവാണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. നമ്മൾ ഇന്നലെ മറ്റേ ആ മലയുടെ മുകളിലേക്ക് പോയപ്പോഴത്തേനും അവിടെ ബൈക്ക് റെൻറ്റിന് കിട്ടുന്ന സ്ഥലം നമ്മൾ കാണിച്ചിരുന്നു. അതുപോലെ ബൈക്ക് റെൻറ്റിന് കിട്ടുന്നതെന്ന് തോന്നുന്നു. ഒത്തിരി ഉണ്ട്. ഈ ബൈക്കിൻ്റെ എല്ലാം ഈ സ്കൂട്ടി പോലത്തെ, നമ്മൾ നാട്ടിൽ പറയുന്ന പോലെ സ്കൂട്ടി പോലത്തെ ഗിയറില്ലാത്ത വണ്ടികളിലും എല്ലാം പുറകിൽ ഇവരുടെ ഒരു പെട്ടിയൊക്കെ സെറ്റ് ചെയ്ത് സിംഗിളായിട്ടൊക്കെ യാത്ര ചെയ്യാനായിരിക്കും. പക്ഷേ നല്ലതാണ്. ഇത് ഇവിടുത്തെ ബസ്സാണ് കേട്ടോ. അതുകൊണ്ട് ബൈക്കായിട്ട് പോകും. നമ്മളങ്ങനെ പകൽ ഇതുവഴി നടന്നു വന്നപ്പോഴത്തേനും ഇവിടെ മുഴുവൻ മീനായിരുന്നു. ഈ വെള്ളത്തിൽ മുഴുവൻ മീനായിരുന്നു. ഈ പാലത്തിൽ നിന്നാണ് താഴേക്ക് ഞാനിങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്തപ്പോഴത്തേന് ഫുള്ള് മീൻ കണ്ടായി. ഇവിടെ മുഴുവൻ മീനായിരുന്നു കേട്ടോ. അത് പകൽ മാത്രമേ ഉള്ളൂ. ഒരു മീൻ 1 കിലോ എങ്കിലും കാണും. അത്രയും മീനായിരുന്നു ഇവിടെ മുഴുവൻ ഞാൻ കണ്ടേ. ഇതുണ്ട് ഈ ഒരു നദിയുടെ റിവറിൻ്റെ ഇരുവശങ്ങളിലായിട്ടും ഫുള്ള് ലൈറ്റും, അതുപോലെ തന്നെ ആ സൈഡിലായിട്ട് നമ്മുടെ ഓൾഡ് ടൗണിൻ്റെ ആ ഒരു മതിൽ നമുക്ക് കാണാൻ സാധിക്കും. സെറ്റപ്പാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് കാണേണ്ട സ്ഥലങ്ങളാണ് ഈ ഓൾഡ് ടൗൺ. ഓൾഡ് ടൗണിനകത്ത് നമ്മൾ കുറേ രാവിലെ ചുറ്റിയായിരുന്നു. പക്ഷേ അന്നേരം ഭയങ്കര തിരക്കായിരുന്നു, നമുക്കൊന്നും കാണാൻ പറ്റിയില്ല. നമ്മൾ അങ്ങ് ദൂരെ നിന്ന് കണ്ട പോലെ തന്നെ ആ ഭാഗത്തായിട്ട് ഇങ്ങനെ ലൈറ്റുകൾ കാണാം. അവിടെ ഒരുപാട് ബിൽഡിങ്ങുകളും ഒരുപാട് എന്നാ പറയുന്നത് ഒരുപാട് ഹോട്ടൽസും സ്റ്റേ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളും റെസ്റ്റോറൻറ്റ്സും പബ്ബുകളും ഒക്കെ ആയിട്ടുണ്ട്. എക്സ്പ്ലോർ ചെയ്യാൻ, നൈറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വരുവാണെങ്കിൽ, അല്ലെങ്കിൽ പകലാണെങ്കിൽ പോലും ഓൾഡ് ടൗൺ തന്നെ ഇവിടെ കോട്ടൂർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സെലക്ട് ചെയ്യണം. അങ്ങനൊരു സ്ഥലം. ഇവിടെ ആയിട്ട് വരുമ്പോഴത്തേന് ഫുള്ള് വെള്ളക്കെട്ടാണ്. നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ. ഇതുകൊണ്ട് ഈ ഭാഗത്തേക്ക് നമുക്ക് കാണാം. അതിൻ്റെ താഴ്ഭാഗം വരെ കാണാം. നല്ല തെളിഞ്ഞ വെള്ളം. ഈ ഭാഗത്ത് പാലവും അതിനപ്പുറത്തായിട്ട് ക്രൂയിസുകളും യാട്ടുകളും ഒക്കെ നമുക്ക് കാണാം. ആ ഭാഗത്തായിട്ട് നമ്മൾ കണ്ടായിരുന്നു. ഒന്ന് പകൽ അവിടെയാണ് പാർക്ക് ചെയ്ത്, അവിടെയാണ് ഒരുപാട് യാട്ടുകൾ കാണാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ളൊരു കാഴ്ചയാണ് ഈ കോട്ടൂരിൽ നിന്ന് നമുക്ക് കാണാനുള്ളത്. ഞാൻ കുറച്ച് മുന്നേ മീനിൻ്റെ കാര്യം പറഞ്ഞേ ഉള്ളൂ. പകൽ നമ്മൾ മീനെ കണ്ടു. രാത്രി നമ്മൾ വന്നപ്പോഴും ലൈറ്റിൻ്റെ കീഴെ ഇഷ്ടം പോലെ മീൻ. നമ്മൾ പകൽ കണ്ട അത്ര ഇല്ലെങ്കിലും രാത്രി കുഴപ്പമില്ലാതെ കുറേ മീനുകൾ ഇത് വഴി നടപ്പുണ്ട്. ഇതുണ്ടോ? ഉച്ചയ്ക്ക് വന്നപ്പോൾ ഇവിടെ ഒരുപാട് മീനുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇത് ഫുള്ള് മീനാണ്. ഇത് ചൂണ്ടയിട്ടായിരുന്നു കിട്ടിയാൽ. എനിക്ക് തോന്നുന്നു ഇവിടെ ചൂണ്ടയിട്ട് ആരും മീനെ പിടിക്കുകയില്ലെന്ന് തോന്നുന്നു. ഇത് കണ്ടോ? അത്ര മീനുണ്ട്. ഇത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇപ്പോൾ ഇങ്ങനൊരു സ്ഥലത്താണ് നമ്മൾ എടുക്കുന്നത്. ഇത് കാണുന്ന ഓൾഡ് ടൗൺ എന്ന് പറയുന്ന സ്ഥലം കൊട്ടൂരിൻ്റെ ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള പാലമാണിത്. അപ്പോൾ അതിൻ്റെ ഇവിടെ ഒരു സിഗ്നൽ പോയിൻ്റ് ഉണ്ട്. അതിൻ്റെ അടുത്തായിട്ട് ഈ ഒരു നദിയിലാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. ഈ ഓൾഡ് ടൗണിലോട്ട് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് രാത്രി. നിങ്ങളോർക്കും ഞങ്ങൾ രണ്ടുപേരും മാത്രം എന്താ ഓൾഡ് ടൗണിലേക്ക് നടക്കുന്നത്? ഇതതിൻ്റെ പുറകിൽ കൂടെ ഒരു വഴിയാണ്. അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ വേറൊരു വഴിയുണ്ട്. ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി വേറൊരു വഴി വന്നതാണ്. ഈ വഴിയാണ് ഞങ്ങൾ പകൽ അതുവഴി വന്നിട്ട് കറങ്ങി തിരിഞ്ഞ് വന്നത്. അപ്പോൾ ആ വഴി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി വ്യൂ ഉണ്ട് എന്നതാണ് ഞങ്ങളുടെ ധാരണ, അല്ലേ തോമ? അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു സൈഡ് വഴി കയറി, അവിടെ ഒരു പാലമുണ്ട്, അതുവഴി കയറി പോയി കഴിഞ്ഞാൽ വലിയ ആൾക്കാരൊന്നും ഇല്ലാത്ത സെറ്റപ്പ് ഒരു വഴി കയറാം. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. നിങ്ങൾ ആരെങ്കിലും കോട്ടൂർ വരികയാണെങ്കിൽ ATM തപ്പി നടക്കുകയാണെങ്കിൽ ഇത് ഈ കമേലിയ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിംഗ് സെൻ്ററാണ്. ഇതിന് ചുറ്റും ATM ആണ്. അത് ആദ്യം വരുമ്പോൾ പകൽ വരുമ്പോൾ നല്ല തിരക്കായിരിക്കും, നമുക്ക് മനസ്സിലാകത്തില്ല. പക്ഷേ ഇതിൻ്റെ പുറകിലും ഇതിൻ്റെ അകത്ത് 3-4 എണ്ണം, ഇതിൻ്റെ എല്ലാ വശങ്ങളിലും മിക്ക ബിൽഡിങ്ങിനകത്തും ATM ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും ഈ ഭാഗത്തൂടെ വരുവാണെങ്കിൽ ATM ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വരിക. ഇവിടെ പാർക്കിംഗ് ഉണ്ട്. ഇവിടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇവിടുന്ന് ATM പൈസ എടുക്കാൻ സാധിക്കും. കമേലിയ എന്നാണ് അത് ഈ ഒരു ഷോപ്പിംഗ് സെൻ്ററിനെ പറയുന്നത്. എഴുതുന്ന വേറെ എന്നാണ്ടല്ല, ഇതിലാണ് ബോസ്നിയ സെറ്റപ്പിലാണ് എഴുതുന്നത്. കമേലിജിയ എന്നങ്ങണ്ടാണ് നമ്മൾ വായിക്കുന്നത്. കമേലിയ എന്നാണ് നമ്മൾ പറയുന്നത്. ഇവർ പറയുന്നത് അങ്ങനെ തന്നെ.
ഇവിടെ വന്നാൽ നിങ്ങൾക്ക് പൈസ എടുക്കാൻ സാധിക്കും. ഇവിടെ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും കൂടുതലുള്ള ജീവി കേട്ടോ അത് പൂച്ച. ഇവിടെ ഇഷ്ടം പോലെ പൂച്ചയുണ്ട് കേട്ടോ. പൂച്ചകളുടെ സംസ്ഥാന സമ്മേളനം ഇവിടെ എല്ലായിടത്തും പൂച്ചയാണ്. നമ്മുടെ നാട്ടിലെക്കാട്ടിലും കൂടുതൽ പൂച്ചനെ ഇവിടെ കണ്ടിട്ടുള്ളത്. നമ്മളന്നേരം പകൽ വന്ന അതേ വഴി, നമ്മൾ ഇറങ്ങിപ്പോയ അതേ വഴി തന്നെ നമ്മൾ ഓൾഡ് ടൗണിലേക്ക് കയറുകയാണ്. ഇവിടെ 2 പാലമുണ്ട്. ആ പാലം നമ്മൾ ക്രോസ് ചെയ്തു. നെക്സ്റ്റ് പാലമാണ്. ഈ പാലം ക്രോസ് ചെയ്ത് അങ്ങോട്ട് കയറുന്നത് നേരെ ഓൾഡ് ടൗണിലാണ്. ഇതുണ്ട് ഓൾഡ് ടൗണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുണ്ടോ, കല്ല് വിരിച്ച് കിടക്കുകയാണ്. വൃത്തികേടൊന്നും അങ്ങനൊന്നുമില്ല, സെറ്റാണ്, ഒരു വൃത്തികേടും ഇല്ല. ഇങ്ങനെ ഈ കല്ലേ കൂടെയാണ് നമ്മളിങ്ങനെ നടക്കുന്നത്. ഇങ്ങനെ നടക്കുന്ന ഒരുപാട് സ്ഥലം എഴുതുന്നുണ്ട്. ഇവിടെ എല്ലാം വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട്. കേട്ടോ, കണ്ണീര് പോലത്തെ വെള്ളം, സൂപ്പറാണ്. അപ്പോൾ ഇതുവഴിയാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത്. ഈ ഒരു വ്യൂ കണ്ടിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയാണ്. അപ്പോഴാണ് ഈ പൂച്ച ഇവിടെ വന്നത്. പൂച്ച നമ്മളെവിടെ പോയാലും നമുക്ക് പൂച്ചയും പട്ടിയും വീക്ക്നെസ്സാണ്. എൻ്റെ പുറകെ വരുവാണല്ലോ. എടാ തോമ, നിൻ്റെ പുറകെ വരുന്നു പൂച്ച. അവിടെ രാത്രിയിൽ താറാവ് ഒരെണ്ണം, രാത്രിയിൽ ഡക്ക് ഒരെണ്ണം അതേ വെള്ളത്തിൽ നീന്തി തുടിക്കുന്നു. മീൻ തിരുവന്നത് കേട്ടോ. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ വെള്ളത്തിൻ്റെ കളറാണ്. ഈ പൂച്ച എന്നെ സമ്മതിക്കുകയല്ലേ വീഡിയോ എടുക്കാൻ. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഈ പൂച്ച വന്ന് എൻ്റെ കൂടെ നിൽക്കുന്നു. ഉണ്ടോ പൂച്ച ആൾക്കാരെ വരെ ഭയങ്കര കമ്പനിയാട്ടെ പൂച്ച. ഇതുണ്ട് ഈ വെള്ളത്തിൻ്റെ കളർ കണ്ടോ, ക്രിസ്റ്റൽ ആൻഡ് ക്ലിയർ. അതുകൊണ്ടോ ഒന്നും പറയാനില്ല. അത് ഓടിയത് പൂച്ച കേട്ടോ, പേടിക്കണ്ട. ക്രിസ്റ്റൽ ആൻഡ് ക്ലിയർ വെള്ളം, സൂപ്പർ. എന്നെ വീണ്ടും വീണ്ടും അത്ഭുതപ്പെടുത്തുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓൾഡ് ടൗണിലെ ഈ കല്ലുകളാണ് കേട്ടോ. ഇതിൻ്റെ ഫ്ലോറിങ് ചെയ്തേക്കുന്നത്, ഇതിൻ്റെ ബിൽഡിങ്ങുകൾ, ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന രീതികളെ. ഇത് നിസ്സാരമായിട്ടുള്ള വെറും 100 വർഷമോ അല്ലെങ്കിൽ 200 വർഷം മുമ്പുള്ളതൊന്നുമല്ല, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. അവിടെ ഒരു പള്ളി ഞാൻ കണ്ടിരുന്നു. അതൊരു 1100 എത്രയുണ്ടോ വർഷത്തിലുള്ളതാണ്. അത്രയും സെറ്റപ്പിലുള്ള പള്ളികൾ, ബിൽഡിങ്ങുകൾ. ഈ ഒരു ബിൽഡിങ്ങൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ സ്ട്രക്ചറും അത് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന രീതികളും ഒക്കെ അടിപൊളിയാണ്. ഇതുണ്ട് ഈ ഭാഗത്തേക്കായിട്ട് വരുമ്പോഴത്തേന് ഒരുപാട് ക്ലബിങ് ഏരിയകളൊക്കെ ഉണ്ട്. ഉണ്ടോ, ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. റെസ്റ്റോറൻറ്റ്സ് ആണ് തോന്നുന്നല്ലേ. റെസ്റ്റോറൻറ്റും ഒരു മലയാളി ഫാമിലി അങ്ങനെ നടന്ന് ഇവിടെ ഓൾഡ് ടൗണിലെ ഹോസ്റ്റലിൽ എത്തിയിരിക്കുകയാണ്. തനിച്ചൊക്കെ വരുന്നവർക്ക് ഈ ഹോസ്റ്റലിൽ റൂം എടുക്കാം കേട്ടോ. ഞാൻ പകൽ കണ്ടിരുന്നു, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഫാമിലിയായിട്ടൊക്കെ ചിലവഴിക്കാൻ സാധിക്കുന്ന ഒരുപാട് പേരുതുണ്ട്. ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അങ്ങനെയുള്ള സ്ഥലം. കടലിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഒരുപാട് സോനിയറും കാര്യങ്ങളും കാണാൻ സാധിക്കും. ഇവിടെ ഒരു കടയിലേക്ക് വന്നപ്പോഴത്തേനും €1 ഉള്ളൂ കേട്ടോ. ഈ സാധനമാണ് ഞാൻ €5 മേടിച്ചത്. വരുമ്പോഴത്തേനും ഒരുപാട് സാധനങ്ങളുണ്ട്. പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്ന സാധനമുണ്ട് കേട്ടോ. ഇതൊക്കെ മേടിച്ചു വിടും, സൂപ്പറായിരിക്കും. ഏറ്റവും കുറച്ച് സോനിയർ മേടിക്കുകയാണ്. ഞാൻ ഓൾറെഡി മേടിച്ച ഒരു സാധനം. ഇനിയിപ്പോൾ ഒരുപാട് സാധനങ്ങളൊന്നും നമുക്ക് മേടിക്കാൻ പറ്റില്ല, മേടിച്ച് ശരിയാവില്ല. ഇതുണ്ടോ, കാർഡ് പോലത്തെ സാധനങ്ങളാണ് കേട്ടോ. ഇതുണ്ടോ, ഒട്ടിച്ച് വെക്കാൻ പറ്റുന്നത് മാത്രം. ബിസിനസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇതിൻ്റെ സാധനം അറിയാം, ഇത് സോഡ കുപ്പി. ഇത് കണ്ട സുവനിയറാണ്, പക്ഷേ ഇത് കാണുമ്പോൾ സോഡ കുപ്പിയാണ്. ഇത് സോഡ കുപ്പിയുടെ അടപ്പ് പൊട്ടിക്കുന്ന സാധനമാണ് കണ്ടോ. ഇതാണ് ബിസിനസ്. അത് മാത്രമല്ല, ഇങ്ങനെയുള്ള ചെറിയ ഐറ്റംസ് എല്ലാം €1 കിട്ടും. ഇങ്ങനെ ഒട്ടിച്ച് വെക്കുന്നത്. ഇതിലൊരു സാധനം ഞാൻ മേടിച്ചായിരുന്നു, നല്ല മേടിച്ചത് കേട്ടോ. നല്ല സാധനമാണ്, ചെറുത്. നമ്മുടെ നാട്ടിൽ ഇത്രയും സാധനങ്ങളില്ല കേട്ടോ. ഇത്രയും സെറ്റപ്പായിട്ട് ഇവരിങ്ങനെ വെക്കുക. ഇതുകൊണ്ടോ എന്തോരോ സാധനങ്ങളുണ്ട്, കയ്യിലിടാൻ, മാല, ഇനി ബാഗുകൾ, ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട്. ഇതുണ്ട് കമ്മലുകൾ, എന്താ വേണ്ടേ അത് വേണ്ടേ. ഇനിയിപ്പോൾ എന്തേ കളിപ്പാട്ടങ്ങൾ, Don't wanna test your luck with me. I think I've had enough disease. I'm sick of all the bad thoughts, people who are half-nots. You are not as tough as
മോണ്ടിനെഗ്രോ എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് നമ്മൾ ഏകദേശം 3 ദിവസം ഉണ്ടായിരുന്നു. 3 ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം കിടിലൻ രാജ്യമാണ്. നമുക്ക് ഫാമിലി ആയിട്ടാണെങ്കിലും കപ്പിൾസ് ആയിട്ടാണെങ്കിലും ഇനി ഈവൻ സോളോ ട്രിപ്പ് അടിക്കാനാണെങ്കിലും പറ്റുന്ന ഒരു യൂറോപ്യൻ കൺട്രിയാണിത്. ഇവിടെയുള്ളവർ ഇംഗ്ലീഷ് ഭാഷയല്ല സംസാരിക്കുന്നത്. ബോസ്നിയ അതുപോലെ തന്നെ സ്ലോവാക്യൻ, ക്രൊയേഷ്യ അടങ്ങിയ ലാംഗ്വേജിലാണ് ഇവർ സംസാരിക്കുന്നത്. പക്ഷേ എന്നാൽ പോലും ഇംഗ്ലീഷ് മനസ്സിലാകുന്ന ഒരുപാട് പേരുണ്ട്. ഈവൻ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ ചെന്നാലും എന്താ പറയുന്നത്, ഒരു ഷോപ്പിൽ ചെന്നാലും ഒക്കെ അവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം. ഹോസ്റ്റ് ചെയ്യുന്ന ഹോട്ടലുകളിൽ ഹോസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, റിസപ്ഷനിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കും. അവർക്ക് ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും. നല്ല രാജ്യമാണ് കേട്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല. എക്സ്പെൻസീവ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല, എക്സ്പെൻസീവാണ്. പക്ഷേ എന്നാൽ പോലും നമുക്ക് പറ്റുന്നതായിട്ടുള്ള ഒരുപാട് ആൾക്കാർ വരുന്നതായിട്ടുള്ള സ്ഥലമാണ്, സൂപ്പറാണ്. അപ്പം ഇത്രയും 3 ദിവസമായിട്ട് നിങ്ങൾ കണ്ട വീഡിയോകളെല്ലാം ഇഷ്ടപ്പെട്ടതായിരുന്നു. മോണ്ടിനെഗ്രോയുടെ വീഡിയോ ഒരുപാട് ആസ്വദിച്ചു എന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ രാജ്യങ്ങളിലെ അല്ലെങ്കിൽ കൂടുതൽ സ്ഥലങ്ങളിലെ വീഡിയോകൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയൊക്കെ നമുക്ക് കണ്ടുപിട്ടാൽ അതിലേക്ക് എല്ലാവരും ഗുഡ് ബൈ. മോണ്ടിനെഗ്രോയിൽ വന്നിട്ട് നമ്മൾ എങ്ങനെയാണ് വണ്ടി റെൻറ്റിന് എടുക്കുക എന്നതിനെ പറ്റിയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ രാജ്യത്തും വാഹനങ്ങൾ ഓടിക്കുന്ന റൈറ്റ് സൈഡ് ചേർന്നാണ്. അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റിയറിങ് ലെഫ്റ്റ് സൈഡിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ നമുക്ക് ഒരു പ്രശ്നം വരികയോ അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുകയോ ചെയ്തു കഴിഞ്ഞാൽ